പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്കിലെ ചിറ്റ് കോഡ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ താറിൻ്റെ ചിറ്റ് കോഡാണ്. ഇത് ചിലവർക്കെല്ലാം അറിയുന്ന ചിറ്റ് കോഡാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. സ്ലോ ആയിപ്പോയി. ഓക്കെ, ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ചിറ്റ് കോഡ്സ് എല്ലാ ചിറ്റ് കോഡ്സും ഞാൻ കാണിച്ചു തരും. അധികം ചിറ്റ് കോഡ്സ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് പിന്നെ RGS ടൂളിനെ കുറിച്ചും ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം തന്നെ ടാറിൻ്റെ ചിറ്റ് കോഡാണ് 9090 ചിറ്റ് കോഡ്. അപ്പോൾ നമ്മൾ കോൾ ചെയ്യാം. കോൾ ചെയ്തിട്ടുണ്ട്. ടാറ് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കളിക്കാൻ പോകുന്നത് ബിലോറോൻ്റെ ചിറ്റ് കോഡാണ്. ഇതിൻ്റെ ചിറ്റ് കോഡാണ് 3100. ഞാനിന്ന് പറയുന്ന ചിറ്റ് കോഡ്സ് എല്ലാം അധികം ആൾക്കും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ബുള്ളറ്റിൻ്റെ ചിറ്റ് കോഡാണ്. ബുള്ളറ്റിൻ്റെ ചിറ്റ് കോഡ് 9999 ആണ്. ഇപ്പോൾ ബുള്ളറ്റ് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് അടുത്ത ചിറ്റ് കോഡാണ് ഡ്യൂക്ക് 200 ആണ്. അടുത്തായിട്ട് ഞാൻ 3030 ചിറ്റ് കോഡ് അടിച്ച് നോക്കാണ്. അത് റിയലോ ഫേക്കോ എന്ന് നോക്കാനാണ്. അത് ഞാൻ ചിറ്റ് കോഡ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അത് ഫേക്കാണ്. ഗൈസ് അടുത്ത ചിറ്റ് കോഡാണ് ഡ്യൂക്കിൻ്റെ ആണ്. 4215 ആണ് ഡ്യൂക്കിൻ്റെ ചിറ്റ് കോഡ്. ഇനി നമുക്ക് ഡ്യൂക്ക് എടുത്തിട്ട് പോകാം. ഡ്യൂക്കിന് നല്ല സ്പീഡിലാണ്. ഇത് ഇപ്പം ന്യൂ ചിറ്റ് കോഡാണ്. ന്യൂ അപ്ഡേറ്റ് ആയാലും വന്ന ന്യൂ ബൈക്കാണെന്ന് തോന്നുന്നു. ഞാനിതുവരെ ഈ ചിറ്റ് കോഡ് എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് എനിക്കറിയുന്നത്. ഡ്യൂക്ക് എടുത്തിട്ട് ഞാൻ പറക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാണ്, ഇന്ത്യൻ ബൈക്കിൽ ഏത് ബൈക്കാണെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ പറയണമെങ്കിൽ കമൻറ്റിൽ അയച്ചാൽ മതി ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാണെന്ന് പറയണം. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ട്രോൺ ബൈക്കാണ്. ഞാൻ ഇതിൽ കാണിക്കുന്ന അധികം ബൈക്കിൻ്റെ ചിറ്റ് കോഡ്സ് നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ATVൻ്റെ ചിറ്റ് കോഡാണ്. ഇതിൻ്റെ ചിറ്റ് കോഡ് 222. ഇപ്പോൾ ATV വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് റോൾസ് റോയ്സ് ആണ്. ചിറ്റ് കോഡാണ് 2000 ആണ് ചിറ്റ് കോഡ്. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് JCBൻ്റെ ചിറ്റ് കോഡാണ്. JCB അപ്ഡേറ്റ് ആയിട്ട് പുതിയതായിട്ട് വന്നതാണ്. ഇത് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. JCBക്ക് മാത്രമേ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ നിന്ന് പൊന്തിക്കുന്നതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന JCBക്ക് മാത്രം. ഇന്ത്യൻ ബൈക്കിൽ ഏറ്റവും കൂടുതൽ പവറുള്ള ബൈക്കായിട്ട് എനിക്ക് തോന്നിയത് സ്പ്ലെൻഡറാണ്. സ്പ്ലെൻഡറിന് നല്ല പവറുള്ളതാണ്. ഏറ്റവും കൂടുതൽ പവറുള്ള ബൈക്ക്. പിന്നെ കാറിൽ ഏറ്റവും കൂടുതൽ പവറുള്ളത് താറിനാണ്. നമുക്ക് JCB ഇറങ്ങണം. JCB ഞാൻ ഓരോന്നും പൊന്തിച്ച് കാണിച്ചു തരാം. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഹെലികോപ്റ്ററിൻ്റെ ചിറ്റ് കോഡാണ്. ഹെലികോപ്റ്ററെല്ലാം ഇപ്പോൾ ഗ്രേ കളറുള്ള ന്യൂ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യത്തെ ഹെലികോപ്റ്റർ ഒരു റെഡ് കളറുള്ളതിന് ഡോറൊക്കെ ഉള്ളതിന്. ഇപ്പോൾ ഡോറൊന്നും ഇല്ലേന്. ഇപ്പോൾ 2 പ്രൊപ്പലറുള്ള ഫാനുള്ളതാണ് ഇപ്പോൾ ഉള്ള ഹെലികോപ്റ്റർ. ഞാൻ ഈ അടുത്തായിട്ട് അറിയാൻ പോകുന്നത് RGS ടൂളിനെ കുറിച്ചാണ്. RGS ടൂൾ ഒരു സ്പാനറിൻ്റെ ഷേപ്പിലാണ്, റെഡ് കളറിലെ. അപ്പോൾ ഞാൻ അതിനകത്ത് ഉള്ള ഓരോ ട്രിക്സ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ RGS ടൂള്
ആണ്. അതിൽ UI ഓഫ് എന്ന് ടൈപ്പ് ചെയ്താൽ ഈ കൺട്രോളിങ്ങിൻ്റെ ഇതെല്ലാം ഓഫാവും. ഓഫ് ചെയ്യും. പിന്നെ എല്ലാം ഇൻവിസിബിളായി. പിന്നെ ഒന്നും കാണില്ല. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എല്ലാം യൂസ്ഫുള്ളാണിത്. ഇത് ഓഫ് ചെയ്താൽ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം. ഇനി UI ഓൺ എന്ന് ടൈപ്പ് ചെയ്താൽ വീണ്ടും പഴയ പോലെ. ഇനി അടുത്തായിട്ട് സേവ്. ജസ്റ്റ് ഉള്ളിൽ സേവ് എന്ന് ടൈപ്പ് ചെയ്താൽ പൊസിഷൻ സേവ് ആവും. എന്നിട്ട് നമ്മൾ ഈ ഒരു ബൈക്ക് എടുത്തിട്ട് പോവുക. എവിടെയെങ്കിലും പോയാലും ഞാൻ എടുക്കുന്നത് ഡ്യൂക്കാണ്. ഡ്യൂക്കിനാണ് നല്ല സ്പീഡുള്ളത്. അപ്പോൾ ഡ്യൂക്ക് എടുത്തിട്ട് ഞാൻ കുറച്ച് ദൂരെ പോകും. എന്നിട്ട് ഇനി ഇപ്പോൾ സേവ് ചെയ്ത പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ലോഡെന്ന് അഡ്ജസ്റ്റ് ടൂളിലേക്ക് ടൈപ്പ് ചെയ്താൽ ലോഡ് വരും. അപ്പോൾ ഞാൻ കുറച്ച് ദൂരെ പോട്ടെ. ഓക്കെ, വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഗായ്സ്, എൻ്റെ വീഡിയോയിൽ എൻ്റെ അനിയൻ വന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. അതാണ് ഇതിനകത്ത് കരയുന്ന സൗണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലോഡിന് അഡ്ജസ്റ്റ് ടൂളിൽ ടൈപ്പ് ചെയ്താൽ സേവ് ചെയ്ത പൊസിഷനിലേക്ക് എത്തും. നമുക്ക് ഞാൻ അടുത്തായിട്ട് ഗോസ്റ്റ് ബൈക്കാണ് കാണിക്കുന്നത്. ഗോസ്റ്റ് ബൈക്കിൻ്റെ സിസ്കോട്സ് എല്ലാം അധികം അറിയാം. ഇനി ഗോസ്റ്റ് ബൈക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് പോയിട്ട് അഡ്ജസ്റ്റ് ടൂളിൽ വേറെ ഒരു ഫീച്ചറും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീട്ടിലേക്ക് ഞാൻ പോയിട്ട് ഇനി വീട്ടിലുള്ള ഫാനിനെ ഓഫും ഓൺ ചെയ്യുന്നതാണ് ഞാൻ അഡ്ജസ്റ്റ് ടൂളിൽ നിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ബൈക്ക് കത്തിപ്പോയി. ഓക്കെ, ഇനി വീട്ടിനുള്ളിലേക്ക് കയറാം. എന്നിട്ട് അഡ്ജസ്റ്റ് ടൂളിൽ ഫാൻ ഓൺ എന്ന് ടൈപ്പ് ചെയ്താൽ ഫാൻ ഓൺ ആവും. പിന്നെ ഫാൻ ഓഫ് എന്ന് ടൈപ്പ് ചെയ്താൽ ഫാൻ ഓഫ് ആവും. പക്ഷെ ഞാൻ വീട്ടിൽ ആദ്യമേ ഫാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഓണാണിപ്പോൾ. കണ്ട് ഓണായിട്ടാണ്. ഇനി ഞാൻ അഡ്ജസ്റ്റ് ടൂളിൽ ഫാൻ ഓഫ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫാൻ ഓഫ്, ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ഫാൻ ഓൺ എന്നുള്ള തെറ്റിപ്പോയി. ഓൺ ടൈപ്പ് ഫാൻ ഓഫായിട്ടുണ്ട്. ഇനി വീണ്ടും ഫാൻ ഓൺ ഞാൻ ടൈപ്പ് ചെയ്യാം. ശരി, ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഫാൻ ഓണായി. ഇനി ഞാൻ ഇതിനകത്തുള്ള കുറച്ച് ട്രിക്സ് എല്ലാം കാണിച്ചു തരുന്നത്. കുറച്ച് രസകരമായ ട്രിക്സ് ആയിരുന്നു. അതിന് മുമ്പ് ഞാൻ ഇതിനകത്തുള്ള കുറച്ചും കൂടി പറയാനുണ്ട്. കാർ ബൈന്ന് ടൈപ്പ് ചെയ്താൽ കാർ ഷോറൂമിൽ പോയി അവിടെ കാർ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ബൈക്ക് എടുത്തിട്ട് കാർ ഷോറൂമിലേക്ക് പോകാം. ഞാൻ എടുക്കുന്നത് സ്പ്ലെൻഡറാണ്. ഗൈസ്, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ നെക്സ്റ്റ് പാർട്ട് എടുക്കാം.